ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല അരികു മുരിഞ്ഞ പാലപ്പവും കടലക്കറി. അപ്പോൾ അരികു മുരിഞ്ഞ പാലപ്പവും കടലക്കറി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇട്ടിട്ട് പോവല്ലേ, ഞങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നത് ഇതെന്തോ കാണാനാണെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പച്ചരി ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ. അപ്പോൾ വൈകിട്ടാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വൈകിട്ടാണ് കരിക്ക് കിട്ടിയത്. അപ്പോൾ വൈകിട്ട് ഞാൻ ആ കരിക്ക് വെള്ളം എടുത്തിട്ട് കരിക്ക് വെള്ളത്തിനകത്ത് 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു തുള്ളി ഈസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കരിക്കൊക്കെ രാവിലെ കിട്ടുവാണെങ്കിൽ നമുക്ക് പക്ഷേ രാവിലെ ഇങ്ങനെ കരിക്കും വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നല്ലതായിട്ട് മാവ് അന്നേരം ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടും അത് വെച്ച് അരയ്ക്കുമ്പോൾ. അല്ലെങ്കിലും കരിക്ക് വെച്ച് അരയ്ക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ കരിക്കിൻ്റെ അകത്തെ ആ ഒരു ഇത് നമ്മൾ എടുക്കുന്നുണ്ട് ഇതിന് അരയ്ക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ കടലയും ഞാൻ വൈകിട്ട് വേവിച്ച് വെക്കും. അപ്പോൾ കടല രാവിലെ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വൈകിട്ട് കുക്കറിനകത്ത് കഴുകി വാരി വെച്ചിട്ട് സവാള, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ശകലം മസാലപ്പൊടി, ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മസാലയാണ്, അതുകൂടെ ഇച്ചിരി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ച് എടുത്തിട്ട് നമുക്ക് പിന്നെ അരി അരയ്ക്കാം. അത് വേവിക്കാൻ വെച്ചു. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് അരി അരയ്ക്കാം. അരി അരയ്ക്കാനായിട്ട് ആദ്യം കരിക്കങ്ങ് അരച്ചെടുക്കുക. അല്ലെങ്കിൽ ഈ അരിയുടെ കൂട്ട് അരയ്ക്കുമ്പോഴത്തേക്കിനും അത് ഈ കഷ്ണം കഷ്ണമായിട്ടൊക്കെ കിടക്കും. അതിന് ഞാൻ ആദ്യം ആ കരിക്കങ്ങ് അരച്ചെടുത്ത് മാറ്റി വെച്ച്. പിന്നെ കുറച്ച് ചോറും പച്ചരി കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ആ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. അതൊഴിച്ച് നമുക്ക് കരിക്കും വെള്ളം ഉണ്ടല്ലോ, കരിക്കും വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട് അരച്ചെടുക്കണം, തരിയൊന്നും ഇല്ലാതെ. പക്ഷേ ചിലർ തരിയൊക്കെ ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. പലരും പല രീതിയിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ തരിയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് അരച്ചെടുക്കും. ചിലർക്കാണെങ്കിൽ ഒരു ഇച്ചിരി തരി വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ നല്ലതായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് നന്നായിട്ട് ആ കലത്തിലെ മാവ് നല്ലതായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ എൻ്റെ അമ്മയൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യത്തില്ല. അമ്മയാണെങ്കിൽ ഇങ്ങനെ അനക്കാതെ വെക്കും. പക്ഷേ എനിക്ക് എന്തോ അരി ഉഴുന്ന് അരച്ചാലും പച്ചരി അരച്ച് വെച്ചാലും ഞാൻ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുവേ. അപ്പോൾ ദേ രാവിലെ വന്ന് ഈ മാവ് ഇങ്ങനെ നിൽക്കുന്നത് എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. എൻ്റെ അരി ഉഴുന്നൊക്കെ ചിലപ്പോൾ അരച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ തണുപ്പ് സമയത്തൊക്കെ ചിലപ്പോൾ പൊങ്ങാതിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. മാവൊക്കെ അപ്പോൾ ഇങ്ങനെ പൊങ്ങി നിന്ന്, അപ്പോൾ ഞാൻ അന്നേരം തന്നെ വീഡിയോ എടുത്തപ്പോൾ ഇതൊന്ന് ആ പൊങ്ങിയ മാവിൻ്റെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഉപ്പൂടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ അടച്ച് വെക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ അടച്ച് വെക്കണം. അപ്പം ഇന്നലെ നമ്മൾ വേവിച്ച് വെച്ച കടല ഏത് പരുവത്തിലാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കുക്കറിന് ഇങ്ങനെ തവിയും കൊണ്ട് 2 അടിയൊക്കെ കൊടുത്താൽ തുറന്നെടുത്തുള്ളൂ കേട്ടോ. ഒത്തിരി പഴയ കുക്കറാണ്, പക്ഷേ കളയാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുക്കറിനോട്. അതുകൊണ്ട് ചില പാത്രത്തിനോടൊക്കെ നമുക്ക് പ്രത്യേക താല്പര്യം തോന്നുമല്ലോ. അപ്പോൾ ആ കുക്കറിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യം. പക്ഷേ സാധനമാണെങ്കിലും എളുപ്പം വേകുവേ. തീ കുറച്ചിങ്ങനെ വെച്ചാൽ മതി, വിസിലടിക്കരുത് കേട്ടോ. വിസിലടിക്കാതെ വേണം. അപ്പോൾ കുക്കറിൻ്റെ കാര്യം പറഞ്ഞ് സമയം പോയി. അപ്പോൾ നമ്മൾ അതേലെ കുറച്ച് കടലയും കുറച്ച് പെരിഞ്ചീരകവും എടുത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലായിട്ട് അരച്ചെടുക്കാം. നമുക്കിനി അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാനപ്പോൾ ഏട്ടനും ജോലിക്ക് പോകണം, കുഞ്ഞിന് സ്കൂളിൽ പോകണം. ആകെ ഒരു ധൃതിയാണ് രാവിലെ. അപ്പോൾ ഏട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് ഞാൻ പറഞ്ഞു, ഒരു അപ്പം എടുക്കുന്ന വീഡിയോ ഒന്ന് എടുത്ത് എന്നിട്ട് അങ്ങ് പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എടുത്തു തന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡിയായി. അരികൊക്കെ ഇത്രയും മൊരിഞ്ഞിരുന്നു. എനിക്ക് ഒത്തിരി അങ്ങ് മൊരിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതാണോ ഇവളുടെ അരികു മൊരിഞ്ഞപ്പം വലിയ ബിൽഡപ്പ് കൊടുത്ത് പറഞ്ഞതെന്ന്. അപ്പോൾ എനിക്ക് നല്ല അപ്പമായിരുന്നു കേട്ടോ. എനിക്ക് കരികൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും എപ്പോഴും കരിക്ക് കിട്ടാറില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള പച്ചത്തേങ്ങയൊക്കെ അരച്ചല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കരിക്ക് കിട്ടിയപ്പോൾ ഒരു സന്തോഷം, അത് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ എടുത്തു തരുന്ന ദേവൂട്ടനാണ് ഈ അപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് അവനിങ്ങനെ പൂവപ്പം വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പൂവിൻ്റെ നല്ല പൂവിൻ്റെ ഷേപ്പൊന്നും ആയില്ല, എന്നാലും അവൻ അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി കടലക്കറിക്ക് ചട്ടി അടുപ്പ് വെച്ച് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തേങ്ങാക്കൊത്തും കൊച്ചുള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കൂടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇതിനകത്തിടുന്നില്ല, നമ്മൾ കടലക്കകത്ത് ഇട്ടല്ലോ, ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതായിട്ട് മൂപ്പിച്ചെടുത്ത് കരിഞ്ഞു പോകില്ല കേട്ടോ. കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാലോട്ട് മൂക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ കടല നമ്മൾ ആ വേവിച്ച് വെച്ച കടല അതിനകത്തോട്ട് ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ അടുപ്പിൻ്റെ അവിടെ കുറച്ച് വെട്ടക്കുറവാണ്, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ലതായിട്ട് അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന ജാറിൽ നമ്മൾ നേരത്തെ കടല അരച്ച് വെച്ചേക്കുന്നത് അതുകൂടെ ആ പേസ്റ്റ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കടലയ്ക്കകത്തോട്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചിലരൊക്കെ ഈ കടലക്കറിക്കകത്ത് തക്കാളിയൊക്കെ ചേർക്കുക, പക്ഷെ ഞാൻ തക്കാളിയും ചേർക്കത്തില്ല. പിന്നെ ഓരോരുത്തരുടെ പ്രാന്തല്ലേ, ചില സമയത്ത് എനിക്കിങ്ങനെ തോന്നും ഒരു തക്കാളിയും കൂടി ഇട്ടേക്കാം. അതുപോലെ എൻ്റെ അമ്മൂമ്മയാണ് കിഴങ്ങൊക്കെ ചേർക്കും.
കടലക്കറിക്കകത്ത്. ഒരു ദിവസം എന്നോട് പറഞ്ഞു കടലക്കറിക്കകത്ത് മോനെ ഒരു കിഴങ്ങ് ചേർത്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഞാനൊരു ദിവസം കിഴങ്ങ് ചേർത്ത് നോക്കി, കൊള്ളായിരുന്നു കേട്ടോ, കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. എങ്ങനെയുണ്ട് എൻ്റെ കടലക്കറി? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അപ്പോൾ റെഡിയായി. അപ്പോൾ വീഡിയോ കണ്ടുപിടിക്കുന്നത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.